ഹലോ ഹായ് പുതിയ കേക്ക് ഡെക്കറേഷൻസ് കാണാം. നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാൻ പോണത് 1.5 കിലോ വെയിറ്റ് വരുന്ന ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ. കേക്ക് ഞാൻ 6 ഇഞ്ചിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുകളിൽ നമ്മൾ ഗോൾഡൻ ഗ്ലിറ്ററാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു മോഡൽ മതി. ഇനിയിപ്പോൾ നമുക്ക് കളർ ചേഞ്ച് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ അത് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഗ്ലിറ്ററിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു മോഡൽ ഞാനൊരു 3 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വയലറ്റ് കളറിലുള്ള ഗ്ലിറ്ററാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരുപാട് കൊടുത്തിട്ടില്ല. ചില ഗ്ലിറ്റർ ചിലപ്പോൾ ഒരു ബിറ്റർ ടേസ്റ്റ് വരാറുണ്ട് കേട്ടോ. ചിലത് നമുക്കത് കഴിച്ച് നോക്കിയാലൊന്നും അറിയില്ല, ചില കേക്കിൽ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ അതിന് ഒരു ഹാർട്ട് ഷേപ്പുള്ള ഒരു ടോപ്പറും കൂടി ഫ്രണ്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് സ്യൂട്ടായിട്ടുള്ള ഫോക്സ് ബോൾസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഗോൾഡൻ കളറിലുള്ള ബട്ടർഫ്ലൈസും കൂടി വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇവിടുത്തെ ഇക്കാക്കാൻ്റെ മോൻ്റെ ഫ്രണ്ട്സിനുള്ള കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നെക്സ്റ്റ് ഡേ നമുക്ക് ഒരു കേക്ക് കൊടുക്കാനുണ്ട്. ഇത് എൻ്റെ ഫ്രണ്ടിനുള്ള കേക്കാണ് കേട്ടോ. അവൻ്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള കേക്കാണ്, മോൻ്റെ. അപ്പോൾ ഈ ഒരു കേക്ക് 1 kg കേക്ക് മാത്രം മതി. താഴെ ഡമ്മിയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് വീട്ടിലേക്ക് ഓരോരുത്തർ ഗിഫ്റ്റായിട്ട് കേക്ക് കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കേക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡമ്മി ഞാൻ നമ്മൾ വീട്ടിൽ തെർമോക്കോൾ ഷീറ്റ് മേടിച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതാണ് കേക്ക്. 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു. അത് ഞാൻ 6 ഇഞ്ചിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. താഴെയുള്ള ഡമ്മി സെറ്റ് ചെയ്തിട്ടുള്ളത് 8 ഇഞ്ചിലാണ് കേട്ടോ. അപ്പോൾ 8ഉം 6ഉം 2 ഇഞ്ചിൻ്റെ ഡിഫറൻസാണ് കേക്കുകൾക്കുള്ളത്. അപ്പോൾ അത് ഞാൻ ഒരു ബ്ലൂ ഷെയ്ഡ് കളറിൽ മൊത്തം കവർ ചെയ്തെടുക്കണം. താഴെ ഡമ്മി ആവുമ്പോൾ അതൊന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടാവും കേട്ടോ. നോർമലി എനിക്ക് ബുദ്ധിമുട്ടാണ്. നല്ല വെയിറ്റുള്ള ടേൺ ടേബിളും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് കേട്ടോ. നമ്മളടുത്ത് വെയിറ്റ് ഇല്ലാത്ത ഞാൻ ആദ്യമേ യൂസ് ചെയ്ത് ആ ഒരു ടേൺ ടേബിൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും കേക്ക് സെറ്റ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെയിറ്റിന് വേണ്ടിയിട്ട് മുകളിൽ ഞാൻ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുത്തുന്ന അമ്മിക്കല്ലുണ്ടല്ലോ അത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സുഖമായിട്ട് സൈഡിലായിട്ട് നമുക്ക് സ്ക്രൈപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒട്ടും വെയിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ ഈസി ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് അവരെ അടുത്ത് എത്തോളം ഒരു എന്താ പറയുക, ഭയങ്കര ടെൻഷനായിരിക്കും കേട്ടോ. കാരണം മുകളിൽ മാത്രമാണ് കേക്ക് ഉണ്ടാവുക, താഴെ വെയിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഓട്ടോയിലൊക്കെ കൊടുത്തയക്കുമ്പോൾ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഉള്ള ഭാഗം ഫ്രണ്ടിലേക്ക് പെട്ടെന്ന് പോകും. അതുകൊണ്ട് കേക്ക് പെട്ടെന്ന് തെന്നി പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് അവനിവിടെ വന്നിട്ട് കൊണ്ടുപോവുക ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവന് വേറെ ഫ്രണ്ടിനെ കൂട്ടിയേ വന്ന് ഇത് കയ്യിൽ പിടിച്ചാൽ കൊണ്ടുപോയത് കേട്ടോ. ഏറ്റവും നല്ല കാര്യം അങ്ങനെയാണ്. ഡമ്മി കേക്ക് എപ്പോഴും കയ്യിൽ കൊണ്ടുപോകണം നല്ലത്. അപ്പോൾ നമ്മൾ കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ മോഡൽ പിക്ക് അവനെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ സെറ്റ് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ നമുക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. സെയിം അതുപോലെ എക്സാക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കൂടുതലും ഇനി ഫോണ്ടൻ വർക്കാണുള്ളത്. അത് ഞാൻ തലേന്ന് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ള് ഫോണ്ടൻറ്റിൻ്റെ കാസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റാർസും ക്ലൗഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓരോരോ സ്പേസിലായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മോൻ്റെ നെയിം നമ്മൾ മുകളിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് ഫുൾ ഫിനിഷ് ചെയ്തിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിവിടെ വന്നിട്ട് കേക്ക് പിക്ക് ചെയ്ത് കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയായിരുന്നു? എനിക്ക് നല്ല റിവ്യൂ കിട്ടിയൊരു കേക്കായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് കേക്ക്, ഇത് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള കേക്കാണ് കേട്ടോ. ഇത് എൻ്റെ കസിനുള്ള കേക്കാണ്. മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ചെയ്ത കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറാണ് മോളുടെ ഡ്രസ്സ്. അപ്പോൾ ആ ഷെയ്ഡിൽ ഏത് ഡിസൈൻ ചെയ്താലും കുഴപ്പമില്ല എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫോൾഡ് ലൈൻ ഡിസൈൻ കൊടുക്കാനാണ് കേട്ടോ ആ ബാക്ക് സൈഡിൽ അങ്ങനെ ആക്കിയത്. അത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ വെറുതെ സ്ക്രൈപ്പർ ഇങ്ങനെ വലിച്ചപ്പോൾ എനിക്ക് തോന്നി അത് ഭംഗിയുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്പേസിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കേക്ക് അറേഞ്ച് ചെയ്യാൻ പോണത്. നമ്മളടുത്ത് മോഡലൊന്നും പറഞ്ഞില്ലെങ്കിലും അപ്പോൾ നമുക്ക് ഏറ്റവും എന്തായിട്ടാണോ വരുന്നത് അങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മോളുടെ 1 എന്നുള്ള ടോപ്പറാണ് കേട്ടോ ഫ്രണ്ടിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഗോൾഡ് ആയതുകൊണ്ട് ആ സിൽവർ ബോൾസ് ഞാൻ മാറ്റിയിട്ട് ഗോൾഡൻ ബോൾസ് തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സെയിം ആ കളറിലുള്ള ബട്ടർഫ്ലൈസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്.
അത് നമ്മുടെ അടുത്ത് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് 1.5 കിലോ വെയിറ്റ് വരുന്ന കേക്കായിരുന്നു. ഞാൻ 7 ഇഞ്ചിലാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നമുക്കൊരു സ്ക്വയർ കേക്ക് കട്ട് പീസ് ചെയ്തിട്ട് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ നമ്മൾ കപ്പ് കേക്കും കേക്ക് പോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സെറ്റ് ഫുൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.